ഹലോ, വെൽക്കം ടു യൂണീക്ക് മാത്ത്. സെം 2ൻ്റെ മൂന്നാമത്തെ ക്ലാസ് നോക്കാം. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം. ഓക്കെ, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം വരുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് എങ്ങനെ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിൻ്റെ കേസിലുള്ള എൽ ഹോസ്പിറ്റൽസ് റൂൾ നമുക്ക് നോക്കാം. അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ 0/0 ഫോം വന്നാൽ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യുന്നതാണ് നോക്കിയത്. ഇപ്പം നമ്മൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം വരുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ സപ്പോസ് ദാറ്റ് എഫ് ആൻഡ് ജി ആർ ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസ്. എന്താണ്? എഫും ജിയും ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസ് ആണ്. ഓക്കെ, എഫ് എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യബിൾ ഫങ്ഷനാണ്. കൂടെ എന്താണ്? ജിയും എന്താണ്? ഒരു ഡിഫറൻഷ്യബിൾ ഫങ്ഷൻ ആണ്. ഓക്കെ, എഫ് ഡിഫറൻഷ്യബിൾ ഫങ്ഷൻ ആണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അവിടെ എഫ് ഡാഷ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എഫ് എന്ന് പറഞ്ഞ ഫങ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? എഫ് ഡാഷും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ ആ എഫിൻ്റെ ഡെറിവേറ്റീവിനെയാണ് നമ്മൾ എഫ് ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എഫ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ഫങ്ഷൻ ആണെന്ന് പറയാം. അപ്പം അതുപോലെ തന്നെ ജിയും എന്താണ്? ഇവിടെ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ജി ഡാഷ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ജി എന്ന് പറഞ്ഞ ഫങ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? ജി ഡാഷും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡെറിവേറ്റീവ് ഓഫ് ജിയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇതിൻ്റെ ആക്ച്വൽ മീനിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാവേ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ്റ്റെൻസ് ടു എ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എക്സ്റ്റെൻസ് ടു എ, എക്സിൻ്റെ വാല്യൂ എയിലേക്ക് ടെൻഡ് ചെയ്യുവാണ്. ഓക്കെ, അതറിയാലോ. എക്സിൻ്റെ വാല്യൂ എന്താണ്? എയിലേക്ക് ടെൻഡ് ചെയ്യുകയാണ്. അപ്പോഴുള്ള നമ്മുടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്തിലേക്കാണ് ഇവിടെ അപ്രോച്ച് ചെയ്യുന്നത്? എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. എക്സിൻ്റെ വാല്യൂ എയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ മീനിങ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? എക്സിൻ്റെ വാല്യൂ എയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് അതിൻ്റെ മീനിങ്. അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എക്സിൻ്റെ വാല്യൂ എയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നതും ഇൻഫിനിറ്റി ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഇത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ പറയുകയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ കണ്ട, എക്സിൻ്റെ വാല്യൂ എയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ജി ഓഫ് എക്സിൻ്റെ വാല്യൂ എന്തിലേക്ക് അപ്രോച്ച് ചെയ്യും? ജി ഓഫ് എക്സിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യും? എക്സ് ടെൻസ് ടു എ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എക്സ് ഈക്വൽ ടു എ എന്നും പറഞ്ഞെടുക്കും അല്ലേ? എക്സ് ഈക്വൽ ടു എ എന്നും പറഞ്ഞെടുക്കും. ഇനി എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യാന്ന് വെച്ചാൽ അത് നമ്മൾ എങ്ങനെ എടുക്കും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നെടുക്കും അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? ജി ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പോൾ ഈ പോയിൻ്റൊക്കെ എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഒന്നും കൂടി ക്ലിയർ ആകും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ മെയിനായിട്ട് എന്താണ്? നമ്മുടെ എൽ ഹോസ്പിറ്റൽസിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ 0/0 ഫോമിൽ ചെയ്തതുപോലെ തന്നെയാണ്. നോക്കിയേ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഡാഷ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ഇത് മെയിനായിട്ട് അറിഞ്ഞിരിക്കുക. ബാക്കി എന്ത് ചെയ്യണം? ബാക്കി നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെ ഇനി അറിയുക, എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് എഫ് ഡാഷ് ഓഫ് എക്സ്. ജി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് ജി ഡാഷ് ഓഫ് എക്സ്. സിമ്പിൾ കാര്യമാണ്, നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഓക്കെ,
ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു എക്സ്. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു എക്സ്. അപ്പം ഇതിൻ്റെ മീനിങ് ഞാനൊന്ന് പറഞ്ഞുതരാവേ. എക്സിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എക്സ് ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു എക്സിൻ്റെ വാല്യൂ എന്തിലേക്ക് അപ്രോച്ച് ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ, ഒന്നുകൂടെ പറയാം. എക്സിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എക്സ് ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു എക്സിൻ്റെ വാല്യൂ എന്തിലേക്ക് അപ്രോച്ച് ചെയ്യും, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, എക്സിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞേ എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നും പറഞ്ഞാണ് നമ്മൾ എടുക്കേണ്ടത്. എക്സിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നും പറഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ ഇൻഫിനിറ്റി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇൻഫിനിറ്റി ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു ഇൻഫിനിറ്റി ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഇൻഫിനിറ്റി തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്ത് വന്ന്, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം വന്നല്ലേ, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം വന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എൽ ഹോസ്പിറ്റൽസ് റൂള് അപ്ലൈ ചെയ്യണം. അപ്പോൾ ശ്രദ്ധിച്ചോ, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, അതിൽ മാറ്റമൊന്നുമില്ല. എക്സ് എന്താണ്, ഇൻഫിനിറ്റിയിലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ്, ഇ റൈസ് ടു എക്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ ഇ റൈസ് ടു എക്സ്. കണ്ട, ഇങ്ങനെ എഴുതാം. അപ്പോൾ എന്തോരും, ഇസ് ഈക്വൽ ടു, ഇനി നമ്മൾ എക്സിന് ഇൻഫിനിറ്റി എന്ന് കൊടുക്കുക. അപ്പോൾ എന്തോരും, 1 ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു ഇൻഫിനിറ്റി അല്ലേ, 1 ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു ഇൻഫിനിറ്റി ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമുക്കറിയാം 1 ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 0. 1 ബൈ ഇൻഫിനിറ്റിയുടെ വാല്യൂ 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. നോക്കിയേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ബൈ ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം, എക്സിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എക്സ് ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു എക്സിൻ്റെ വാല്യൂ 0യിലേക്ക് അപ്രോച്ച് ചെയ്യും. ഇതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ അല്ലേ, ക്ലിയർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതാവേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ കൊസീക്ക് എക്സ്. കണ്ട, സി എസ് സി എന്ന് എഴുതിയാൽ എന്താണ്, കൊസീക്ക് ആണ്, കൊസീക്ക് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ മീനിങ് ഒന്ന് പെട്ടെന്ന് പറയാം. എക്സ് ടെൻസ് ടു 0 മൈനസ്, 0 മൈനസ് എന്നാണെങ്കിലും 0 പ്ലസ് എന്നാണെങ്കിലും അതിൻ്റെ അർത്ഥം ഇതാണ്, എക്സിൻ്റെ വാല്യൂ 0യിലേക്ക് ടെൻഡ് ചെയ്യുകയാണ്. ഓക്കെ, എക്സ് ടെൻസ് 0 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 0യിലേക്ക് ടെൻഡ് ചെയ്യുകയാണ്. അപ്പോഴുള്ള ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ കൊസീക്ക് എക്സ് അല്ലേ, ലോഗ് എക്സ് ഡിവൈഡ് ബൈ കൊസീക്ക് എക്സിൻ്റെ വാല്യൂ എന്തിലേക്ക് അപ്രോച്ച് ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ ഇപ്പോൾ എക്സ് ടെൻസ് ടു 0 മൈനസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെയാണ് 0 എന്നോർത്തോ, എക്സിൻ്റെ വാല്യൂ ലെഫ്റ്റിൽ നിന്നുമാണ് 0യിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. എക്സ് ടെൻസ് ടു 0 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ ലെഫ്റ്റിൽ നിന്നും 0യിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അത് ഇങ്ങനെ അപ്രോച്ച് ചെയ്യും, ലെഫ്റ്റിൽ നിന്ന് 0യിലേക്ക് അപ്രോച്ച് ചെയ്യും. എക്സിൻ്റെ വാല്യൂ ലെഫ്റ്റിൽ നിന്നും 0യിലേക്ക് അപ്രോച്ച് ചെയ്യും. അപ്പോൾ എന്താണ്, ലോഗ് എക്സ് ഡിവൈഡ് ബൈ കൊസീക്ക് എക്സിൻ്റെ വാല്യൂ എന്തിലേക്ക് അപ്രോച്ച് ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് നമുക്കിവിടെ എക്സിന് 0 എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് വരും, ലോഗ് 0 ഡിവൈഡഡ് ബൈ
കൊസീക്ക് 0 അല്ലെ, ലോഗ് 0 ഡിവൈഡഡ് ബൈ കൊസീക്ക് 0. ഓക്കെ, ഇവിടെ ലോഗ് 0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. എക്സിന്റെ വാല്യൂ 0യിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ലോഗ് എക്സിന്റെ വാല്യൂ എന്ത് വരും, അല്ലെങ്കിൽ സിംപ്ലി പറഞ്ഞാൽ ലോഗ് 0യുടെ വാല്യൂ എന്ത് വരും, ഇൻഫിനിറ്റി എന്ന് വരും. ഓക്കെ, എക്സിന്റെ വാല്യൂ 0യിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ലോഗ് എക്സിന്റെ വാല്യൂ ഇൻഫിനിറ്റി എന്ന് വരും. ഓക്കെ, ഞാൻ വേണത് ഇവിടെ എഴുതാവേ. വെൻ എക്സ് ടെൻസ് ടു 0, ലോഗ് എക്സിന്റെ വാല്യൂ എന്തിലേക്ക് ടെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ലോഗ് എക്സിന്റെ വാല്യൂ എന്തിലേക്ക് അപ്രോച്ച് ചെയ്യും, ലോഗ് എക്സിന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യും. അല്ലെങ്കിൽ ലോഗ് എക്സ് ഈക്വൽ ടു അല്ലെ, ലോഗ് 0 ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയാൻ വേണ്ടി പറ്റും. ഡിവൈഡഡ് ബൈ കൊസീക്ക് 0. കൊസീക്ക് 0 എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം സൈൻ എക്സ് ഈക്വൽ ടു 1 ബൈ കൊസീക്ക് എക്സ് അല്ലെ, സൈൻ എക്സ് ഈക്വൽ ടു 1 ബൈ കൊസീക്ക് എക്സ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, കൊസീക്ക് എക്സ് ഈക്വൽ ടു 1 ബൈ സൈൻ എക്സ്. ഓക്കെ, കൊസീക്ക് എക്സ് ഈക്വൽ ടു 1 ബൈ സൈൻ എക്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കൊസീക്ക് 0 എങ്ങനെ എഴുതാം, 1 ബൈ സൈൻ 0, 1 ബൈ സൈൻ 0 ഈക്വൽ ടു മേളിൽ ഇൻഫിനിറ്റി ഉണ്ട്, ഡിവൈഡഡ് ബൈ 1 ബൈ സൈൻ 0 അല്ലെ, 1 ബൈ സൈൻ 0യുടെ വാല്യൂ 0 ആണ്. ഓക്കെ, അപ്പൊ എന്ത് വരും, ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഡിവൈഡഡ് ബൈ 1 ബൈ 0 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ബൈ 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻഫിനിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം എന്ന് വന്നു. ഇനി എന്ത് ചെയ്യണം, എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് ചെയ്യാം. ഇപ്പൊ എന്തോരാ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ്, ഇതിന് മാറ്റമൊന്നുമില്ല. ഇനി നോക്കിയേ, ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ്, ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്, 1 ബൈ എക്സ്, 1 ബൈ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ കൊസീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ്. കൊസീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്, മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്, മൈനസ് കൊസീക്ക് എക്സ് ഇൻറ്റു കോട്ട് എക്സ്. ഓക്കെ, ഇനി നമുക്കിവിടെ കുറച്ച് മാറ്റം വരുത്തണേ. ഞാൻ ഒന്ന് മാറ്റി എഴുതാം, നോക്കിയേ. ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് 1 ബൈ എക്സ് ഡിവൈഡഡ് ബൈ, ഈ മൈനസ് കൊസീക്ക് എക്സിനെ ഞാൻ മാറ്റി എഴുതുവാണേ, മൈനസ് 1 ബൈ സൈൻ എക്സ്, 1 ബൈ സൈൻ എക്സ് ഇൻറ്റു കോട്ടെക്സിനെ എങ്ങനെ എഴുതാം, കോട്ടെക്സിനെ നമുക്ക് 1 ബൈ ടാൻ എക്സ് എന്ന് എഴുതാൻ വേണ്ടി പറ്റും. നോക്കിയേ, ടാൻ എക്സ് എന്ന് പറയുന്നത് 1 ബൈ കോട്ടെക്സ് ആണ്. അപ്പൊ കോട്ടെക്സ് എന്ന് പറയുന്നത് എന്ത് വരും, 1 ബൈ ടാൻ എക്സ് എന്ന് വരും. ഇപ്പൊ ഇവിടെ 1 ഡിവൈഡഡ് ബൈ ടാൻ എക്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, നോക്കിയേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് 1 ബൈ എക്സ് ഇൻറ്റു 1 ബൈ എക്സ് ഇൻറ്റു, ഇവിടെ എന്താണ്, മൈനസ് 1 ബൈ സൈൻ എക്സ് ഇൻറ്റു 1 ബൈ ടാൻ എക്സിന് എന്തിനാണ്, എന്താണ്, ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് അല്ലേ, ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആക്കുമ്പോഴത്തേക്ക് എന്ത് വരും, ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ മൈനസ് 1 ബൈ സൈൻ എക്സിൻ്റെ റെസിപ്രോക്കൽ എന്ത് വരും, മൈനസ് സൈൻ എക്സ് അല്ലേ, മൈനസ് സൈൻ എക്സ് ഇൻറ്റു 1 ബൈ ടാൻ എക്സിൻ്റെ റെസിപ്രോക്കൽ എന്ത് വരും, ടാൻ എക്സ്. ഓക്കെ, ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? ഇനി നമ്മളൊന്നുകൂടെ മാറ്റം വരുത്തുവാണെങ്കിൽ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ്, ഈ മൈനസ് അവിടെ കിടക്കട്ടെ, ഞാൻ എന്ത് ചെയ്യാം, സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് എന്ന് എഴുതി ഇൻറ്റു മൈനസ് ടാൻ എക്സ്. കണ്ട, ഇങ്ങനെ എഴുതി, കുഴപ്പമൊന്നുമില്ല. മൾട്ടിപ്ലിക്കേഷൻ വേണ്ടെന്നാണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പം ഇവിടെ എന്ത് വരും, ഇവിടെ എന്ത് വരും, നമ്മൾ റിസൾട്ടൊക്കെ പഠിച്ചിട്ടുള്ളതാണ് പണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ എന്ത് വരും, ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു
ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് ടാൻ എക്സ് അല്ലേ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് ടാൻ എക്സ്. നമുക്ക് ഇങ്ങനെ എഴുതാം, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് ടാൻ എക്സ് അല്ലേ. ഓക്കെ, ഇനി 1 ഇൻറ്റു ചെയ്തുകൊണ്ട് നമുക്കിനി 1 എഴുതേണ്ട കാര്യമില്ല. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് ടാൻ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് ടാൻ എക്സിന്റെ പ്ലേസിൽ 0 എടുക്കുക. ഓക്കെ, മൈനസ് ടാൻ 0 എന്ന് വരും. അപ്പോൾ എന്ത് വരും, മൈനസ് ടാൻ 0യുടെ വാല്യൂ 0 ആണ്. ഓക്കെ, അപ്പം മൈനസ് 0 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഫൈനൽ ആൻസർ എന്ത് വരും, ഇസ് ഈക്വൽ ടു 0. കണ്ടോ, ഫൈനൽ ആൻസർ 0. ക്ലിയർ ആണല്ലോ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് ലോഗ് എക്സ് ഡിവൈഡ് ബൈ കൊസീക് എക്സ് എന്ന് പറയുന്നത് 0 ആണ്. ആക്ച്വൽ മീനിങ് പറയുകയാണെങ്കിൽ എക്സിന്റെ വാല്യൂ 0യിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ലോഗ് എക്സ് ഡിവൈഡ് ബൈ കൊസീക് എക്സിന്റെ വാല്യൂ 0യിലേക്ക് അപ്രോച്ച് ചെയ്യും. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് കോട്ട് എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് എക്സ്. കോട്ട് എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് എക്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എക്സിന് 0 എടുക്കാം. അപ്പം എന്ത് വരും, ഇസ് ഈക്വൽ ടു കോട്ട് 0 ഡിവൈഡഡ് ബൈ ലോഗ് 0. ഇതറിയാവുന്നതാണല്ലോ. ഓക്കെ, കോട്ട് 0 നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് നമുക്ക് കോട്ട് 0നെ മാറ്റി നമുക്ക് എങ്ങനെ എഴുതാം, 1/tan0 എന്ന് എഴുതാം അല്ലെ. 1/tan0 നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞാണ്, കോട്ടും ടാനും തമ്മിലുള്ള റിലേഷനൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഡിവൈഡഡ് ബൈ ലോഗ് 0. ഓക്കെ, ലോഗ് 0 ഇസ് ഈക്വൽ ടു 1/tan0 അല്ലേ. 1/tan0 എന്ന് പറയുന്നത് 0 ആണ്. ഓൾ ഡിവൈഡ് ബൈ ലോഗ് 0. എക്സിന്റെ വാല്യൂ 0യിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ലോഗ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഫിനിറ്റി ആണ്. അല്ലെങ്കിൽ സിംപ്ലി പറഞ്ഞാൽ ലോഗ് 0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഇസ് ഈക്വൽ ടു 1/0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ് നമുക്കറിയാം. ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി. കണ്ട, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം വന്ന്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്, എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും ഇവിടെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് കോട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്, കോട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ് അല്ലേ. ഓക്കെ, കോട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം, മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ്. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x അല്ലെ. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പൊ നോക്കിയോ, ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ്. അപ്പൊ ഇവിടെ മാറ്റം വരുത്താൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, നമ്മളിപ്പോൾ ഡയറക്റ്റ് എക്സിന് 0 എടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്ന് തന്നെ റിമൈൻ ചെയ്യും, അല്ലെങ്കിൽ 0/0 എന്നൊക്കെ തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാറ്റം വരുത്തി നമുക്ക് ആ ഒരു ഫൈനൽ ആൻസറിലേക്ക് എത്തണമല്ലോ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം, ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു മെത്തേഡ് മനസ്സിലാകും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എന്താണ്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് മാത്രമാണ് പറയുന്നത്. സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് ക്ലിയർ ആകും. ഓക്കെ, മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ് അല്ലെ. സൈൻ എക്സും കൊസീക്ക് എക്സും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം അല്ലെ. ഒന്ന് അടുത്തതിൻ്റെ എന്താണ്, റെസിപ്രോക്കലാണ്. സൈൻ എക്സിനെ നമുക്ക് 1/cosec x എന്ന് എഴുതാം, അല്ലെങ്കിൽ കൊസീക്ക് എക്സിനെ നമുക്ക് 1/sin x എന്ന് എഴുതാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് നോക്കിയേ, സൈൻ സ്ക്വയർ എക്സിനെ നമുക്ക് 1/cosec സ്ക്വയർ എക്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ കൊസീക്ക് സ്ക്വയർ എക്സിനെ നമുക്ക് 1/sin സ്ക്വയർ എക്സ് എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സിനെ ഞാൻ -1/sin സ്ക്വയർ എക്സ് എന്ന് എഴുതി, ഓൾ ഡിവൈഡഡ് ബൈ 1/x അല്ലെ. ഓൾ ഡിവൈഡഡ് ബൈ 1/x. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ്
ന്യൂമറേറ്ററിൽ എന്തുണ്ട്? -1/sin²x ഇൻറ്റു ഇവിടുത്തെ ഡിവിഷൻ മാറ്റി ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ആക്കി. അപ്പം എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് 1/x ആണ്. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. 1/xനെ തിരിച്ചിടണം. 1/xനെ തിരിച്ചിടുമ്പോൾ എന്ത് വരും? x എന്ന് വരും. അപ്പോൾ ഇവിടെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കണ്ട, ഡിവിഷൻ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആക്കി. അപ്പം എന്ത് വരടാ? നമുക്ക് ഒന്നുകൂടെ വൃത്തിയാക്കി എഴുതിയാൽ ലിമിറ്റ് x ടെൻസ് ടു 0 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ sin²x. ഓക്കെ അല്ലേ? ഇനി നമുക്കിവിടെ എക്സിന് എന്ത് ചെയ്യാം? 0 കൊടുക്കാം. അപ്പോൾ എന്ത് വരും? എക്സിന് 0 എടുക്കുമ്പോൾ ഇവിടെ -0 എന്ന് വരും. അത് 0 തന്നെ വരും. ഡിവൈഡഡ് ബൈ ഇവിടെ നമ്മൾ എക്സിന് 0 എടുക്കുമ്പോൾ നമുക്കറിയാം sin0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ sin² 0 എന്ന് പറയുന്നത് എന്ത് വരും? 0 തന്നെ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? 0/0 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് 0/0 വന്നാലും എന്ത് ചെയ്യണം? എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ ചെയ്യണം. നോക്കിയേ, ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യണം. ലിമിറ്റ് x ടെൻസ് ടു 0 എന്ത് വരും? ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ അത് മൈനസ് ഇടുക. എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 1 ഡിവൈഡഡ് ബൈ sin²x ഡെറിവേറ്റീവ് എന്താണ്? sin²x ഡെറിവേറ്റീവ് എന്ത് വരും? 2sin x ഇൻറ്റു sin x ഡെറിവേറ്റീവ് cos x അല്ലെ? sin x ഡെറിവേറ്റീവ് cos x അല്ലെങ്കിൽ sin²x ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2sin x cos x. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിവിടെ എക്സിന് 0 എടുക്കാം. എന്ത് വരും? -1 ഡിവൈഡഡ് ബൈ 2sin0 cos 0 അല്ലേ? ഈക്വൽ ടു -1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു sin0 എന്ന് പറയുന്നത് 0 ആണ് ഇൻറ്റു cos 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഫൈനലി എന്താ പറയുക? -1/0 എന്ന് വരും. അല്ലെങ്കിൽ ഈക്വൽ ടു 1/0 അല്ലെ? 1/0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നോട്ട് ഡിഫൈൻഡ് ആണ്. 1/0 എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്ത്? ∞/∞ എന്ന് വന്നപ്പോഴത്തേക്ക് എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്ത്, രണ്ടാമത് നമുക്ക് 0/0 എന്ന് കിട്ടി. വീണ്ടും നമ്മൾ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്ത്, മൂന്നാമത് നമുക്ക് 1/0 എന്നാണ് കിട്ടിയത്. അതെന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഹിയർ ലിമിറ്റ് does not exist. ലിമിറ്റ് does not exist. cot x ഡിവൈഡഡ് ബൈ log x എന്താണ്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ∞/∞ ഫോം വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. ഇനി എന്ത് ചെയ്യും? വേറെ ഫോമുകളുണ്ട് അല്ലേ? നമ്മളിപ്പം 0/0 ഫോം പഠിച്ചായിരുന്നു, ∞/∞ ഫോം പഠിച്ചായിരുന്നു. ഇനി എന്തുണ്ട്? കുറച്ച് ഫോമും ഉണ്ട്, വേറെ ഫോമും ഉണ്ട്. അതർ ഫോംസ്, അത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അതർ ഫോംസ്. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം. ലിമിറ്റ് x ടെൻസ് ടു 0 പ്ലസ് x ഇൻറ്റു log x. അപ്പോൾ മീനിങ് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 0യിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ x ഇൻറ്റു log xൻ്റെ വാല്യൂ എന്തിലേക്ക് അപ്രോച്ച് ചെയ്യും? ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി ഇവിടെ x ടെൻസ് ടു 0 പ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെയാണ് 0 കിടക്കുന്നത്. എക്സിൻ്റെ വാല്യൂ എന്താണ്? റൈറ്റിൽ നിന്നും 0യിലേക്ക് അപ്രോച്ച് ചെയ്യുവാണ്. എക്സിൻ്റെ വാല്യൂ റൈറ്റിൽ നിന്നുമാണ് 0യിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. അതാണ് x ടെൻസ് ടു 0 പ്ലസിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരത്തെ നമ്മൾ എന്ത് ചെയ്യും? x ഈക്വൽ ടു 0 എന്നും പറഞ്ഞെടുക്കും അല്ലേ? അപ്പോൾ നമ്മളിവിടെ എക്സിന് 0 എടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും? എക്സിന് 0 എടുക്കുമ്പോഴത്തേക്ക് 0 ഇൻറ്റു log 0 അല്ലേ? 0 ഇൻറ്റു log 0, 0 ഇൻറ്റു log 0. ഓക്കെ, 0 ഇൻറ്റു log 0.
ഓക്കെ എടാ ഇവിടെ എന്ത് വരും ഈസ് ഈക്വൽ ടു 0 ഇൻറ്റു ലോഗ് 0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ് അല്ലേ. എക്സിന്റെ വാല്യൂ 0യിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ലോഗ് എക്സിന്റെ വാല്യൂ എന്തിലേക്ക് അപ്രോച്ച് ചെയ്യും? ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യും. അല്ലെങ്കിൽ സിംപ്ലി പറഞ്ഞാൽ ലോഗ് 0യുടെ വാല്യൂ എന്താണ്? ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഇവിടെ എന്ത് ഫോം വന്ന് 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോം, 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോം ആണ്. അടുത്തൊരു ഫോമാണ് 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോം. എടാ അപ്പൊ ഇവിടെയും ഒരു മാറ്റമൊന്നുമില്ല, എൽ ഹോസ്പിറ്റൽസ് റൂൾ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ എന്ത് ചെയ്യാം, ചെറിയ മാറ്റങ്ങളൊക്കെ ഒന്ന് വരുത്താം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് അല്ലേ. അപ്പൊ അതിനെ ഞാൻ ഒന്ന് മാറ്റി എഴുതാവേ. ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, ഇത് നമ്മൾ എന്ത് ചെയ്യുവാണ്? ഡിവിഷൻ ആക്കി മാറ്റുവാണ്. അപ്പൊ ന്യൂമറേറ്ററിൽ ലോഗ് എക്സ് ഉണ്ട്, ഡിനോമിനേറ്ററിൽ എന്ത് വരും? ഇവിടെ നമ്മൾ എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യുന്ന കേസിൽ എന്ത് വരും? എക്സിന്റെ റെസിപ്രോക്കൽ എടുക്കണം. ഡിവൈഡ് ചെയ്യുന്ന കേസിൽ എക്സിന്റെ റെസിപ്രോക്കൽ എടുക്കണം എന്ന് വെച്ചാൽ എന്ത് വരും? 1/x വരും അല്ലെ. അപ്പൊ ഡിവൈഡഡ് ബൈ 1/x കണ്ട ഇങ്ങനെ വരും, ഡിവൈഡഡ് ബൈ 1/x. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇനിയിപ്പോൾ നമ്മൾ എക്സിന് 0 എടുത്താൽ എന്ത് തന്നെ വരും? 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോം എന്ന് തന്നെ വരും. കാരണം ഇത് രണ്ടും എന്താണ്? സെയിം ആണ്. ഇത് രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x ഓൾ ഡിവൈഡഡ് ബൈ 1/xന്റെ ഡെറിവേറ്റീവ് എന്താണ്? -1/x സ്ക്വയർ, -1/x സ്ക്വയർ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് 1/x ഇൻറ്റു 1/x ഇൻറ്റു കണ്ട ഇവിടെ ഡിവിഷൻ ആണ്, ഞാൻ എന്ത് ചെയ്തു? മൾട്ടിപ്ലിക്കേഷൻ ആക്കി. അപ്പൊ എന്ത് വരും? ഡിനോമിനേറ്ററിൽ കിടക്കുന്നതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കണം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ -1/x സ്ക്വയറിന്റെ റെസിപ്രോക്കൽ എന്ത് വരും? -1/x സ്ക്വയറിനെ തിരിച്ചെഴുതണം. അപ്പൊ എന്ത് വരും? -x സ്ക്വയർ, -x സ്ക്വയർ. ഓക്കെ അല്ലേ? ഇവിടെ നിന്ന് ഒരു എക്സും ഈ സ്ക്വയറും പോകും. ബാക്കി എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് -x അല്ലെ, -x ഇസ് ഈക്വൽ ടു -0 അല്ലെങ്കിൽ എന്ത് വരും? ഈക്വൽ ടു 0. കണ്ടോ, ആൻസർ എന്താണ്? 0. ഇത് എളുപ്പമാണ് അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എഴുതാം ലിമിറ്റ് എക്സ് ടെൻസ് ടു π/4 1 മൈനസ് tan x ഇൻറ്റു സീക്ക് 2x. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എന്ത് ചെയ്യാം? എക്സിന് π/4 എന്ന് കൊടുക്കാം. അപ്പൊ എന്ത് വരും? ഇസ് ഈക്വൽ ടു 1 മൈനസ് tan π/4 ഇൻറ്റു സീക്ക് 2π/4 അല്ലെ, സീക്ക് 2π/4 ഈക്വൽ ടു 1 മൈനസ് tan π/4 അല്ലെങ്കിൽ tan 45. tan 45 എന്താണ്? tan 45 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ 1 മൈനസ് 1 ഇൻറ്റു സീക്ക് 2π/4. ഈ 2ഉം 4ഉം ക്യാൻസൽ ചെയ്യാം, താഴെ എന്ത് വരും? 2 എന്ന് വരും. സീക്ക് π/2 അല്ലെ, സീക്ക് π/2. അപ്പൊ അതിനു വേണ്ടി നമുക്കറിയാം സീക്കും കോസും തമ്മിലുള്ള റിലേഷൻ അറിയാം. ഞാനിവിടെ എഴുതാം. കോസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1/sec x, 1/sec x. അല്ലെങ്കിൽ sec x ഈക്വൽ ടു 1/cos x. ഓക്കെ, അപ്പൊ ഇവിടെ സീക്ക് π/2 എന്ന് പറയുന്നത് എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ കോസ് π/2, 1 ഡിവൈഡഡ് ബൈ കോസ് π/2 ഇസ് ഈക്വൽ ടു 1 മൈനസ് 1 0 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ
കോസ് പൈ ബൈ 2, കോസ് 90 അല്ലേ, കോസ് 90 എന്ന് പറയുന്നത് 0 ആണ്. ഇസ് ഈക്വൽ ടു എന്ത് വരും, 0 ഇൻറ്റു 1/0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി കണ്ട. അപ്പൊ 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോം കണ്ട. ഇവിടെ എന്താണ് 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോം എന്നാണ് വന്നത്. അപ്പൊ എന്ത് ചെയ്യും, അടുത്ത സ്റ്റെപ്പ് എന്താണ്, എൽ ഹോസ്പിറ്റൽസ് റൂള് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ നിന്ന് മാറ്റം വരുത്തുവാണ്. ഇത് ശ്രദ്ധിച്ചു വെച്ചോ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ ബൈ 4 1 മൈനസ് ടാൻ എക്സ് ഇൻറ്റു സീക്ക് 2x. ഇവിടെ മൾട്ടിപ്ലിക്കേഷനല്ലേ ചെയ്തിരിക്കുന്നത്, ഞാൻ ഡിവിഷനിലോട്ട് മാറ്റുവാണ്. ഡിവിഷനിലോട്ട് മാറ്റുമ്പോഴത്തേക്ക് ഈ സീക്ക് 2xന്റെ റെസിപ്രോക്കൽ എടുക്കും. അത് ഞാൻ ഡിനോമിനേറ്റർ ആക്കി എഴുതും. കാണിച്ചു തരാം, നോക്കിക്കോണേ. ഇവിടെ എഴുതാം, ലിമിറ്റ് x ടെൻസ് ടു പൈ ബൈ 4 1 മൈനസ് ടാൻ എക്സിന് മാറ്റമൊന്നുമില്ല, അതുപോലെ എഴുതി 1 മൈനസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ മൾട്ടിപ്ലിക്കേഷൻ മാറ്റി ഞാൻ ഡിവിഷൻ ആക്കി. ഡിവിഷൻ ആക്കുമ്പോൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒന്നിന്റെ റെസിപ്രോക്കൽ എടുക്കണം. ഞാൻ സീക്ക് 2xന്റെ റെസിപ്രോക്കൽ എടുത്ത് ഇവിടെ എഴുതാം. സീക്ക് 2xന്റെ റെസിപ്രോക്കൽ എന്താണ്, 1 ബൈ സീക്ക് 2x. സീക്ക് 2xന്റെ റെസിപ്രോക്കൽ 1 ബൈ സീക്ക് 2x. ഓക്കെ അല്ലേ? is equal to limit x tends to pi by 4 1 minus tan x divided by 1 by sec 2x. കോസും സീക്കും തമ്മിലുള്ള റിലേഷൻ നോക്കുക. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് 1 മൈനസ് സീക്ക് 2xനെ കോസ് 2x എന്ന് എഴുതാം. 1 മൈനസ് സീക്ക് 2x 1 ബൈ സീക്ക് 2xനെ കോസ് 2x എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് എന്ത് ചെയ്ത് ഒരു മാറ്റം ഇവിടെ വന്നു. അപ്പം നമുക്ക് ഇനി എന്ത് ചെയ്യാം, എക്സിന് പൈ ബൈ 4 എന്ന് കൊടുത്തു നോക്കാം. അപ്പം എന്ത് വരും, ഇസ് ഈക്വൽ ടു 1 മൈനസ് ടാൻ പൈ ബൈ 4 എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ കോസ് അല്ല, നമ്മളിവിടെ എക്സിന് പൈ ബൈ 4 കൊടുക്കുമ്പോഴത്തേക്ക്, ഓക്കെ, ഇവിടെ എക്സിന് നമ്മൾ പൈ ബൈ 4 കൊടുക്കുമ്പോഴത്തേക്ക് ഈ 2ഉം ഈ 4ഉം ക്യാൻസൽ ചെയ്ത് പോകും, താഴെ 2 എന്ന് വരും. കോസ് പൈ ബൈ 2 എന്ന് വരും. കോസ് പൈ ബൈ 2യുടെ വാല്യൂ നമുക്കറിയാം 0 ആണ്. അപ്പം എന്ത് വരും, 0 ബൈ 0 എന്ന് വരും. 0 ബൈ 0 എന്ന് വരും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോം വന്ന് നമ്മൾ ഒന്നും കൂടെ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക്, അല്ല, നമ്മൾ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് 0 ബൈ 0 എന്ന് വന്നു. 0 ബൈ 0 എന്ന് വന്നാലും നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും എന്ത് ചെയ്യണം, എൽ ഹോസ്പിറ്റൽസ് റൂള് അപ്ലൈ ചെയ്യണം. അപ്പം എന്ത് വരും, ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 4 1ന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്, സീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ കോസ് 2xന്റെ ഡെറിവേറ്റീവ് അല്ലെ, ഇവിടെ കോസ് 2x ആണ്, കോസ് 2x ആണ്. കോസ് 2xന്റെ ഡെറിവേറ്റീവ് എന്ത് വരും, മൈനസ് സൈൻ 2x ഇൻറ്റു 2 അല്ലെ, മൈനസ് സൈൻ 2x ഇൻറ്റു 2. ഓക്കെ, ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് 0 എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഈ മൈനസും കൂടി ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പം എന്ത് വരും, ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 4 സീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 2 സൈൻ എക്സ് അല്ലേ. ഓക്കെ, അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, എക്സിന് പൈ ബൈ 4 കൊടുക്കാം. എക്സിന് പൈ ബൈ 4 കൊടുക്കുമ്പോഴത്തേക്ക് സീക്ക് സ്ക്വയർ പൈ ബൈ 4 ഡിവൈഡഡ് ബൈ 2 സൈൻ പൈ ബൈ 4.
ഇസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ പൈ ബൈ 4 എന്ത് വരും? അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് സീക്കും കോസും തമ്മിലുള്ള റിലേഷൻ അറിയാം. സീക്ക് എക്സ് എന്ന് പറയുന്നത് 1/cos x ആണ്. അങ്ങനെയാണെങ്കിൽ സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? 1/cos² x. ഓക്കെ, 1/cos² x. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? സീക്ക് സ്ക്വയർ പൈ ബൈ 4 എന്ന് പറയുന്നത് 1/cos² പൈ ബൈ 4. ഓക്കെ, 1/cos² പൈ ബൈ 4. എടാ, കോസ് പൈ ബൈ 4 നമുക്കറിയാം. കോസ് പൈ ബൈ 4 എന്താണ്? കോസ് പൈ ബൈ 4 അല്ലേ? കോസ് പൈ ബൈ 4 എന്ന് പറയുന്നത് നമുക്കറിയാം 1/√2. കോസ് പൈ ബൈ 4 1/√2. അങ്ങനെയാണെങ്കിൽ കോസ് സ്ക്വയർ പൈ ബൈ 4 അല്ലെ? കോസ് സ്ക്വയർ പൈ ബൈ 4 എന്ത് വരും? കോസ് സ്ക്വയർ പൈ ബൈ 4 ഇസ് ഈക്വൽ ടു 1/√2ന്റെ സ്ക്വയർ അല്ലെ? കോസ് സ്ക്വയർ പൈ ബൈ 4 എന്ന് പറയുമ്പോൾ 1/√2ന്റെ സ്ക്വയർ 1/√2ന്റെ സ്ക്വയർ 1ന്റെ സ്ക്വയർ 1 ഡിവൈഡഡ് ബൈ √2ന്റെ സ്ക്വയർ 2 അല്ലെ? അപ്പൊ കോസ് സ്ക്വയർ പൈ ബൈ 4 എന്ന് പറയുന്നത് എന്ത് വരും? 1/2. ഓക്കെ, കോസ് സ്ക്വയർ പൈ ബൈ 4 1/2. ഓക്കെ, അപ്പം 1/cos² പൈ ബൈ 4 എന്ന് പറയുന്നത് എന്ത് വരും? 1/2ന്റെ റെസിപ്രോക്കൽ അല്ലേ? 1/1/2. 1/1/2 എന്ന് പറയുന്നത് 2. ഓക്കെ, 1/1/2 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഈസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ പൈ ബൈ 4 നമുക്ക് കിട്ടി 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇവിടെ സൈൻ 2x ഇൻറ്റു 2 അല്ലേ? അപ്പം 2 സൈൻ 2x. 2 സൈൻ 2x. അപ്പോൾ ഇവിടെ 2 സൈൻ ഇൻറ്റു 2 പൈ ബൈ 4. ഈ 2ഉം ഈ 4ഉം ക്യാൻസൽ ചെയ്യാം. എന്ത് വരും? 2 സൈൻ പൈ ബൈ 2 എന്ന് വരും. സൈൻ പൈ ബൈ 2 നമുക്കറിയാം സൈൻ 90 ഡിഗ്രി ആണ്. സൈൻ 90 ഡിഗ്രി എന്ന് പറയുന്നത് 1. അപ്പോൾ ഇവിടെ 1 വരും. ഇസ് ഈക്വൽ ടു 2/2 എന്ന് വരും. 2/2യുടെ വാല്യൂ 1. കണ്ടോ? ഫൈനൽ ആൻസർ 1. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് x tends to 0 plus 1/x minus 1/sin x. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? എക്സിന് 0 കൊടുക്കണം. അപ്പം എന്ത് വരും? ഇസ് ഈക്വൽ ടു 1/0 മൈനസ് 1/sin 0 ഇസ് ഈക്വൽ ടു 1/0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി മൈനസ് സൈൻ 0 എന്താണ്? സൈൻ 0 0 ആണ്. അപ്പം നമുക്കിവിടെ സൈൻ 0ക്ക് പകരം 0 എന്ന് എഴുതാം. എഗെയിൻ എന്താണ്? 1/0 എന്നാണ്. 1/0 ഇൻഫിനിറ്റി. അപ്പോൾ ഇവിടെ നോക്കി, ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോം. ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ആൻസർ എഴുതരുത്. ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി എന്നാണ്, അതൊരു ഫോമാണ്. ഓക്കെ, ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോം വന്നു. കണ്ടോ? അടുത്ത ടൈപ്പ് ഒരു ഫോമാണ്. അപ്പോൾ നമുക്ക് എൽ ഹോസ്പിറ്റൽസ് റൂള് അപ്ലൈ ചെയ്യാം. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ചെറിയൊരു മാറ്റം വരുത്താം. നോക്കിയേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ഓക്കെ, ഞാൻ എഴുതാം. ഈ 1/x മൈനസ് 1/sin x നമുക്ക് എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പം sin x മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സൈൻ എക്സ് അല്ലെ? എക്സ് സൈൻ എക്സ്.
ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു സൈൻ എക്സ് അല്ലേ. അപ്പം അതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെ എടുക്കും, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, എക്സിന് ഇവിടെ 0 കൊടുത്ത് നോക്കാം. നമ്മളിവിടെ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്തല്ലോ. ഇനി നമുക്ക് എക്സിന് 0 കൊടുക്കാം, എന്ത് വരുമെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ എന്തോരും ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ എക്സിന് 0 എടുക്കുമ്പോഴത്തേക്ക് കോസ് 0, കോസ് 0യുടെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 മൈനസ് 1 എന്ന് വരും ഡിവൈഡഡ് ബൈ, ഇവിടെ നമ്മൾ എക്സിന് 0 എടുക്കുമ്പോഴത്തേക്ക് 0 ഇൻറ്റു കോസ് 0 അല്ലേ. 0 ഇൻറ്റു എന്ത് വന്നാൽ എന്താണ്, 0 തന്നെ വരും. അപ്പോൾ ഈ ടേം എന്താകും, 0 ആകും. ഇവിടെ എക്സിന് 0 എടുക്കുമ്പോൾ 0 ഇൻറ്റു കോസ് 0 അല്ലെങ്കിൽ 0 ഇൻറ്റു കോസ് 0യുടെ വാല്യൂ 1 പ്ലസ് ഇവിടെ നമ്മൾ 0 എടുക്കുമ്പോഴത്തേക്ക് സൈൻ 0, സൈൻ 0 എന്താണ്, 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു 1 0 പ്ലസ് 0, 0 പ്ലസ് 0 എന്താണ്, 0 എന്ന് തന്നെ വരും. അപ്പോൾ മുകളിൽ 0 ബൈ താഴെയും 0. നോക്കിയേ, അടുത്ത നമുക്ക് എന്ത് വന്ന് 0/0 ഫോം വന്ന് 0/0, 0/0 വന്ന് എന്ത് ചെയ്യണം, ഒന്നും കൂടി നമ്മൾ എൽ ഹോസ്പിറ്റൽസ് റൂള് അപ്ലൈ ചെയ്യണം. അപ്പം നമുക്ക് നോക്കാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ഇവിടെ നോക്കിയേ -1 അല്ലെങ്കിൽ മൈനസ് നമ്മളിവിടെ എഴുതിയിട്ട് 1ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 0. ഇവിടെ -0 നമ്മൾ എഴുതേണ്ട കാര്യമില്ല, അപ്പോൾ ഞാൻ എഴുതുന്നില്ല. ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. ഇവിടെ നോക്കിയേ എക്സ് കോസ് എക്സ്, എക്സ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, ഇവിടെ പ്രോഡക്റ്റ് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എക്സ് ഇൻറ്റു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, ഞാൻ 1 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, പ്ലസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ, ഇതിൻ്റെയും ഡെറിവേറ്റീവ് എടുക്കണം. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ഓക്കെ അല്ലേ? അപ്പോൾ എന്ത് വരും, ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എന്ത് വരും, ഇവിടെ എന്ത് വരും, മൈനസ് എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് കോസ് എക്സ് എന്നാണ് 2 കോസ് എക്സ്. ഓക്കെ, ഇങ്ങനെ വരും. ഇത് നമുക്ക് എന്ത് ചെയ്യാം, എക്സിന് 0 കൊടുക്കാം, എക്സിന് 0 കൊടുക്കാം. അപ്പോൾ എന്ത് വരും, ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ 0 ഡിവൈഡഡ് ബൈ മൈനസ് 0 ഇൻറ്റു സൈൻ 0 പ്ലസ് 2 കോസ് 0 അല്ലേ, 2 കോസ് 0 ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ 0യുടെ വാല്യൂ 0 ഡിവൈഡഡ് ബൈ 0 ഇൻറ്റു എന്ത് ചെയ്താലും 0 തന്നെ വരും, 0 പ്ലസ് 2 ഇൻറ്റു കോസ് 0യുടെ വാല്യൂ 1 ഇസ് ഈക്വൽ ടു മൈനസ് 0 എന്ന് പറയുന്നത് 0 തന്നെയാണ്, ഡിവൈഡഡ് ബൈ 0 നമുക്ക് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. 2 ഇൻറ്റു 1 എന്താണ്, 2. ഓക്കെ, ഇവിടെ 0/2 എന്നാണ് കിട്ടിയത്. 0/2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്താണ്, 0. അപ്പം നമ്മുടെ ഫൈനൽ ആൻസർ ഇവിടെ 0 ആണ്. ഓക്കെ അല്ലേ, ക്ലിയർ? അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്തത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് 1 പ്ലസ് 1/x ഓൾ റേസ് ടു എക്സ്. ഓക്കെ, ഇതെന്താണ്, ഒരു അടുത്ത ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്കറിയാം അല്ലേ, 1 പ്ലസ് 1/x അതിൻ്റെ പവറിൽ എന്താണ്, എക്സ് വന്നിരിക്കുവാണ്
അല്ല ഇവിടെ ഒരു പവർ വന്നിട്ടുണ്ട് അല്ല. ഇതുവരെ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ എന്താണ് പവർ വരുന്ന ക്വസ്റ്റ്യൻ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ ഡിവിഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് പിന്നെ എന്താണ് രണ്ട് ഫംഗ്ഷൻ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെയാണ് നമ്മൾ ചെയ്തത്. പവർ വരുന്നത് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം നമുക്കിവിടെ നോക്കാം. ഓക്കെ, എടാ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ ഈക്വൽ ടു വൈ എന്നെടുക്കാം. നമുക്കിവിടെ വൈ അല്ലേ കണ്ടുപിടിക്കേണ്ടത്, വൈൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് 1 പ്ലസ് 1 ബൈ എക്സ് റൈസ് ടു എക്സിനെ നമ്മൾ എന്ത് ചെയ്ത് വൈ എന്നെടുത്ത്. സിംപ്ലി പറഞ്ഞാൽ നമുക്കിവിടെ വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ എന്താണ് ഈ പവറിൽ എക്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് അവിടെ ലോഗ് എടുക്കാറുണ്ടല്ലോ. നമ്മൾ ഡിഫറൻസിയേഷനൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ ചെയ്ത കാര്യമാണ് അല്ലേ. നമ്മൾ ലോഗ് എടുക്കാറുണ്ടായിരുന്നു. ഈ പവർ വരുന്ന സമയത്ത് നമ്മൾ ലോഗ് അപ്ലൈ ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലോഗ് അപ്ലൈ ചെയ്യാം. രണ്ട് സൈഡിൽ എന്ത് ചെയ്യാം, ലോഗ് അപ്ലൈ ചെയ്യാം. ലോഗ് വൈ ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ്, ഇവിടെ വേണം ലോഗ് എഴുതാൻ കേട്ടോ, ലോഗ് 1 പ്ലസ് 1 ബൈ എക്സ് ഓൾ റൈസ് ടു എക്സ്. ക്ലിയർ ആണല്ലോ, രണ്ട് സൈഡിലും ലോഗ് എഴുതി. ഇവിടെ അല്ല നമ്മൾ ലോഗ് എഴുതേണ്ടത്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എന്ന് എഴുതിയിട്ട് ലോഗ് എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വരും, ലോഗ് വൈ ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ്, ഈ പവറിനെ നമുക്ക് ഇവിടെ കൊണ്ട് എഴുതാമല്ലോ, എക്സ് ഇൻറ്റു അല്ലേ, എക്സ് ഇൻറ്റു ലോഗ് 1 പ്ലസ് 1 ബൈ എക്സ് ഓൾ റൈസ് ടു എക്സ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, ലോഗിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് എക്സ് ഇൻറ്റു ലോഗ് 1 പ്ലസ് 1 ബൈ എക്സ് ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഇതിനൊന്നുകൂടെ മാറ്റാം. നോക്കിയേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ്, നമ്മൾ തൊട്ട് മുമ്പൊക്കെ ചെയ്തായിരുന്നല്ലേ, മൾട്ടിപ്ലിക്കേഷനെ നമ്മൾ എന്താക്കി മാറ്റി, ഡിവിഷൻ ആക്കി മാറ്റി. അപ്പം ഞാനിവിടെ എഴുതി നോക്കിയേ, ലോഗ് 1 പ്ലസ് 1 ബൈ എക്സിനെ ന്യൂമറേറ്ററിൽ അതുപോലെ തന്നെ എഴുതി, മാറ്റമൊന്നുമില്ല. ഡിവൈഡഡ് ബൈ, ഈ മൾട്ടിപ്ലിക്കേഷൻ മാറ്റി ഞാൻ ഡിവിഷൻ ആക്കി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ എക്സിനെ വെറുതെ ഇവിടെ നിർത്താൻ പാടില്ല, എക്സിൻ്റെത് റെസിപ്രോക്കൽ എടുക്കണം, എക്സിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. എക്സിൻ്റെ റെസിപ്രോക്കൽ എന്താണ്, 1 ബൈ എക്സ് ആണ്, അതിവിടെ എഴുതണം 1 ബൈ എക്സ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. ഇതും എന്താണ്, സെയിം ആണ്. ഓക്കെ, സെയിം ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എക്സിന് 0 കൊടുക്കാം, എക്സിന് 0 കൊടുക്കാം. ഓക്കെ, നമ്മൾ തുടക്കത്തിൽ ഇവിടെ പറഞ്ഞില്ലായിരുന്നു അല്ലേ, നമ്മൾ തുടക്കത്തിൽ നമ്മൾ എക്സിന് 0 കൊടുത്തില്ലായിരുന്നു. തുടക്കത്തിൽ നമ്മൾ എക്സിന് 0 കൊടുത്തില്ല. നമ്മൾ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്തു, ലോഗൊക്കെ എടുത്തൊന്ന് മാറ്റം വരുത്തി ഇതിനെന്ത് ചെയ്തത്, ഇങ്ങനെ എഴുതി. നമ്മൾ തുടക്കത്തിൽ ഇവിടെ 0 കൊടുത്തിരുന്നെങ്കിൽ എന്ത് വരും, തുടക്കത്തിൽ നമ്മൾ 0 കൊടുത്തിരുന്നെങ്കിൽ എക്സിന് 0 കൊടുത്താൽ നമുക്ക് 1 പ്ലസ് 1 ബൈ 0 ഓൾ റൈസ് ടു 0 എന്ന് വരും അല്ലേ, ഇസ് ഈക്വൽ ടു 1 പ്ലസ് 1 ബൈ 0 എന്താണ്, ഇൻഫിനിറ്റി ഓൾ റൈസ് ടു 0 അല്ലേ, ഓൾ റൈസ് ടു 0 ഈക്വൽ ടു 1 പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി തന്നെയാണ്. ഇൻഫിനിറ്റീൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്തെന്നും പറഞ്ഞ ഒരു മാറ്റവും ഇല്ല, അതെന്താണ്, ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇവിടെ ഇൻഫിനിറ്റി റൈസ് ടു 0 ഫോമിലാണ്, ഇൻഫിനിറ്റി റൈസ് ടു 0, ഇൻഫിനിറ്റി റൈസ് ടു 0, എനി നമ്പർ റൈസ് ടു 0 എന്ന് പറയുന്നത് നമ്മൾ 1 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മളിവിടെ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ആൻസർ എഴുതിയാൽ തെറ്റാണ്. കാരണം ഇൻഫിനിറ്റി വരുന്ന കേസിൽ എന്ത് ചെയ്യും, അത് മാറും. ഇൻഫിനിറ്റി റൈസ് ടു 0 എന്ന് പറയുന്നത് 1 അല്ല, അതൊരു ഫോമാണ്. ഇൻഫിനിറ്റി റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ അതൊരു ഫോമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എക്സിന് ഡയറക്റ്റ് 0 കൊടുത്തപ്പോഴത്തേക്ക് നമുക്ക് ഇൻഫിനിറ്റി റൈസ് ടു 0 എന്ന് പറഞ്ഞ ഫോമാണ് കിട്ടിയേണ്ട, വേറൊരു പുതിയ ഫോമാണ് നമുക്ക് വന്നത്. അപ്പോൾ നമ്മൾ എന്ത് മാറ്റം വരുത്തി, നമ്മൾ ഇതിനെ y എന്ന് പറഞ്ഞെടുത്ത്, പിന്നെ നമ്മൾ പവറിൽ എക്സ് കിടക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത്, ലെഫ്റ്റിലും റൈറ്റിലും ലോഗ് അപ്ലൈ ചെയ്തു. ലോഗ് അപ്ലൈ ചെയ്തിട്ട് നമ്മളിവിടെ ഇവിടെ എന്ത് എഴുതി, എക്സ് ഇൻറ്റു എന്ന് പറഞ്ഞ് അല്ലെ, മൾട്ടിപ്ലിക്കേഷനെ നമ്മൾ ഡിവിഷൻ ആക്കി കൺവേർട്ട് ചെയ്തു. നമ്മൾ എന്താണ്, ഒരു സെയിം പാറ്റേൺ ആണ്, എല്ലാ ക്വസ്റ്റിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിവിടെ എക്സിന് 0 കൊടുക്കാം, എക്സിന് 0 കൊടുത്ത് നോക്കാം. അപ്പോൾ എന്ത് വരും ഇടാം, ഇവിടെ നമ്മുടെ ലോഗ് 1 പ്ലസ് 1 ബൈ 0 ഓൾ ഡിവൈഡഡ് ബൈ 1 ബൈ 0 ഇസ് ഈക്വൽ ടു ലോഗ്
1+1/0യുടെ വാല്യൂ ഇൻഫിനിറ്റി ആണ്, ഡിവൈഡഡ് ബൈ 1/0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി, ഇസ് ഈക്വൽ ടു എന്ത് വരും? ലോഗ് 1+∞ ഞാൻ പറഞ്ഞ് ഇൻഫിനിറ്റി തന്നെ, 1+∞ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്, ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി. ലോഗ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫിനിറ്റി തന്നെയാണ്, ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി. കണ്ട, ഇപ്പോൾ ഇവിടെ എന്ത് വന്ന്? ഇൻഫിനിറ്റി ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി ഫോം വന്ന്, ഇൻഫിനിറ്റി ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി എന്ന് വന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് എഴുതാം ലോഗ് y ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 0 പ്ലസ് ലോഗ് 1+1/x ഡെറിവേറ്റീവ് എന്ത് വരും? ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 1/x. അപ്പം അങ്ങനെയാണെങ്കിൽ ലോഗ് 1+1/x ഡെറിവേറ്റീവ് എന്ത് വരും? 1/1+1/x. കണ്ട, എക്സിന്റെ പ്ലേസിൽ ഇവിടെ എന്താണ്? 1+1/x ആണ്. അപ്പോൾ ഇവിടെ 1 ഡിവൈഡഡ് ബൈ 1+1/x എന്ന് വരും. കഴിഞ്ഞിട്ടില്ല, ഇൻറ്റു ബ്രാക്കറ്റ് ഇടുക. 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ്, 0 ഞാൻ ഇവിടെ എഴുതുന്നില്ല. 1/x ഡെറിവേറ്റീവ് നമുക്കറിയാം -1/x². കണ്ടോ, അതിവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഡിവൈഡഡ് ബൈ 1/x ഡെറിവേറ്റീവ് നമുക്കറിയാം -1/x². കണ്ടോ, എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇത് എളുപ്പമായില്ലേ? ഇത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇസ് ഈക്വൽ ടു, ഇത് നമുക്ക് എക്സിന് എന്ത് ചെയ്യാം? 0 കൊടുക്കാം. എക്സിന് 0 കൊടുക്കുമ്പോഴത്തേക്ക് 1 ഡിവൈഡഡ് ബൈ 1+1/0 ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1+1/0യുടെ വാല്യൂ നമുക്കറിയാം ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരണം? ലോഗ് y ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1+∞ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്, നമ്മൾ ഒരുപാട് തവണ പറഞ്ഞ്, ഇസ് ഈക്വൽ ടു 0. 1/∞ വാല്യൂ 0. ഓക്കെ, അപ്പൊ ലോഗ് y ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. നമുക്ക് വേണ്ടത് എന്താണ്? y-യുടെ വാല്യൂ ആണ്. നോക്കിയേ, ലിമിറ്റ് x ടെൻസ് ടു 0 പ്ലസ് 1+1/x ഓൾ റൈസ് ടു x എന്ന് പറഞ്ഞാൽ നമ്മൾ y എന്നാണ് എടുത്തത്. അപ്പോൾ y-യുടെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. നമുക്കിവിടെ ലോഗ് y-യുടെ വാല്യൂ കിട്ടി 0. അപ്പോൾ y-യുടെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? y-യുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? അതിന് വേണ്ടി നമുക്കൊരു ഫോം നോക്കാം. ലോഗ് a ഈസ് ഈക്വൽ ടു b ആണെങ്കിൽ, ലോഗ് എയുടെ വാല്യൂ b ആണെങ്കിൽ എയുടെ വാല്യൂ എന്തോരും? a എന്ന് പറയുന്നത് e⁻b ആണ്, e⁻b. ലോഗ് എയുടെ വാല്യൂ b ആണെങ്കിൽ എയുടെ വാല്യൂ എന്തോരും? e⁻b. അപ്പം അങ്ങനെയാണെങ്കിൽ ലോഗ് y-യുടെ വാല്യൂ ഇവിടെ 0 ആണ്. അപ്പോൾ y-യുടെ വാല്യൂ എന്തോരും? y ഈസ് ഈക്വൽ ടു e⁻0. e⁻0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 അല്ലേ? എനി നമ്പർ റൈസ് ടു 0 1 ആണ്. ഇൻഫിനിറ്റിയുടെ കേസ് ഒഴികെ എന്താണ്? നമ്മൾ e⁻0 എന്നൊക്കെ പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, അപ്പോൾ y-യുടെ വാല്യൂ എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായി? കണ്ടോ, ഇതിന്റെ വാല്യൂ എന്ത് വന്ന്? 1. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതുപോലത്തെ തന്നെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. ലിമിറ്റ് x ടെൻസ് ടു 0 പ്ലസ് 1+x ഓൾ റൈസ്ഡ് ടു 1/x. ഓക്കെ, നമുക്കിവിടെ എക്സിന് 0 കൊടുക്കാം. എന്ത് വരും? 1+0 ഓൾ റൈസ് ടു 1/0. ഓക്കെ, ഇസ് ഈക്വൽ ടു 1+0 1 റൈസ്ഡ് ടു 1/0 എന്താണ്? ഇൻഫിനിറ്റി. അപ്പോൾ ഇവിടെ നോക്കിയേ, 1 റൈസ് ടു ഇൻഫിനിറ്റി ഫോം ആണ് വന്നത്. അടുത്ത ഫോമാണ് 1 റൈസ് ടു ഇൻഫിനിറ്റി ഫോം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതെങ്ങനെ ചെയ്യും? നമ്മൾ തൊട്ട് മുമ്പേ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 1+x റൈസ്ഡ് ടു 1/x. ഒരു ഫംഗ്ഷൻ പവറിൽ അടുത്ത ഫംഗ്ഷൻ അല്ലേ? ഒരു ഫംഗ്ഷൻ റൈസ് ടു അനദർ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ y എന്ന് പറഞ്ഞെടുക്കണം, ഇസ് ഈക്വൽ ടു y എന്നെടുക്കണം.
എന്നിട്ട് ആ വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി, നമ്മുടെ ആൻസർ ആയി. ഓക്കെ, ഇവിടെ പവർ വന്ന കേസ് നമ്മൾ എന്ത് ചെയ്യണം? ലോഗ് എടുക്കണം. ഞാൻ പറഞ്ഞാണ് പവർ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ലോഗ് എടുക്കണം, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം രണ്ട് സൈഡിൽ ലോഗ് എടുക്കണം. അപ്പം ലോഗ് വൈ ഈസ് ഈക്വൽ ടു, ഇവിടെ എന്ത് എഴുതണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ലോഗ് 1 പ്ലസ് എക്സ് ഓൾ റൈസ്ഡ് ടു 1/x ഇസ് ഈക്വൽ ടു എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് 1/x ഇൻറ്റു ലോഗ് 1 പ്ലസ് എക്സ്. ഇങ്ങനെ എഴുതാമല്ലോ. ലോഗിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ പവർ 1/x ആണ്, അതിനെ നമുക്ക് ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻറ്റു ലോഗ് 1 പ്ലസ് എക്സ് നമ്മളിവിടെ എഴുതി. ഓക്കെ ആണല്ലോ? ക്ലിയർ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എക്സിന് 0 കൊടുക്കാം. എക്സിന് 0 കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും? ഇസ് ഈക്വൽ ടു ലോഗ് വൈ. ലോഗ് വൈ ഈസ് ഈക്വൽ ടു, ഇവിടെ എന്ത് വരും? ലോഗ് 1 പ്ലസ് 0 ഡിവൈഡഡ് ബൈ 0 അല്ലേ, ഇസ് ഈക്വൽ ടു ലോഗ് 1 ഡിവൈഡഡ് ബൈ 0. ലോഗ് 1ൻ്റെ വാല്യൂ എന്താണ്? ലോഗ് 1ൻ്റെ വാല്യൂ 0 ആണ്. 0 ഡിവൈഡഡ് ബൈ 0 എന്ന് വന്ന്. ഓക്കെ ആണല്ലോ? അപ്പം നമ്മൾ ലോഗ് അപ്ലൈ ചെയ്ത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്ത് ഒന്ന് മാറ്റി എഴുതി. നമ്മൾ എക്സിൻ്റെ വാല്യൂ 0 കൊടുത്തപ്പോഴത്തേക്ക് 0/0 എന്ന് കിട്ടി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാം. ലോഗ് വൈ ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ലോഗ് 1 പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. ലോഗ് 1 പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 1/x ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ലോഗ് 1 പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 1/1 പ്ലസ് എക്സ് ഇൻറ്റു ഇവിടെ 1ൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 0 ആണ്, പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 അല്ലേ. ഇവിടെ നമ്മളൊരു 0 പ്ലസ് 1 കൂടെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. 0 പ്ലസ് 1 എന്ന് പറയുന്നത് 0 ആണ്, 1 ആണ്. 1 നമ്മളവിടെ മൾട്ടിപ്ലൈ ചെയ്താലും എന്താണ്? 1 തന്നെയാണ്, ഒരു മാറ്റമില്ല. അതുകൊണ്ട് നമുക്ക് എഴുതണ്ട. ഡിവൈഡഡ് ബൈ, ഇവിടെ ഡിനോമിനേറ്ററിൽ എന്താണ്? എക്സ് ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പം ഇനി നമുക്കിവിടെ എന്ത് കിട്ടും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, കാരണം എന്താണ്? എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ആ 1 നമ്മൾ ഡിവൈഡ് ചെയ്താലും എന്താണ്? മാറ്റമൊന്നുമില്ല, 1/1 പ്ലസ് എക്സ് തന്നെയാണ്. അപ്പം എന്ത് വരും? ലോഗ് വൈ ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് എക്സിന് 0 കൊടുക്കാം. എക്സിന് 0 കൊടുക്കുമ്പോഴത്തേക്ക് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0 ഇസ് ഈക്വൽ ടു 1/1 ഇസ് ഈക്വൽ ടു 1. നോക്കിയേ, ലോഗ് വൈയുടെ വാല്യൂ 1 എന്ന് കിട്ടി അല്ലേ. ലോഗ് വൈ ഈസ് ഈക്വൽ ടു 1. അപ്പം നമ്മുടെ വൈയുടെ വാല്യൂ എന്ത് വരും? വൈ ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു 1. നമ്മൾ തൊട്ട് മുമ്പേ ചെയ്തതാണ്. വൈ ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു 1 എന്ന് കിട്ടും. സിംപ്ലി എന്താണ്? ഇ. വൈയുടെ വാല്യൂ ഇ അല്ലേ, വൈയുടെ വാല്യൂ ഇ. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 പ്ലസ് സൈൻ എക്സ് ഓൾ റൈസ്ഡ് ടു 1/x. ഓക്കെ, ഇവിടെ എന്താണ്? ഒരു ഫംഗ്ഷൻ റൈസ് ടു അനദർ ഫംഗ്ഷൻ, ഈ ഫോമിലാണ് വന്നിരിക്കുന്നത് അല്ലേ. 1/sin x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ റൈസ് ടു 1/x അല്ലേ. ഒരു ഫംഗ്ഷൻ റൈസ് ടു അനദർ ഫംഗ്ഷൻ ഫോമിലാണ്. ഓക്കെ, അപ്പോൾ സെയിം ടൈപ്പാണ്. നമുക്ക് എന്ത് ചെയ്യാം? എക്സിന് 0 കൊടുക്കാം. അപ്പോൾ എന്ത് വരും? 1 പ്ലസ് സൈൻ 0 ഓൾ റൈസ് ടു 1/0
അല്ലേ, എന്ത് വരും, ഇസ് ഈക്വൽ ടു 1 പ്ലസ് സൈൻ സീറോയുടെ വാല്യൂ 0 ആണ്, റേസ്ഡ് ടു 1/0 ഈക്വൽ ടു 1 റേസ്ഡ് ടു 1/0 ഇൻഫിനിറ്റി ആണ്, 1 റേസ്ഡ് ടു ഇൻഫിനിറ്റി ഫോമിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്ത് നോക്കണം. അതിനു മുമ്പ് നമുക്കറിയാം ഇവിടെ ഒരു ഫംഗ്ഷൻ റേസ്ഡ് ടു അനദർ ഫംഗ്ഷൻ ഫോമിലാണ്. അപ്പം നമുക്കിവിടെ ലോഗൊക്കെ എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ y എന്നെടുക്കാം, ഇതിൻ്റെ വാല്യൂ y എന്നെടുക്കാം. അപ്പം നമുക്ക് രണ്ട് സൈഡിലും ലോഗ് അപ്ലൈ ചെയ്യാം. അപ്പം എന്ത് വരും, ലോഗ് y ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 0 ലോഗ് 1 പ്ലസ് സൈൻ എക്സ് ഓൾ റൈസ്ഡ് ടു 1/x. ഓക്കെ, ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇവിടെ ലോഗ് അപ്ലൈ ചെയ്തുകൊണ്ട് ഈ 1/x നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. 1/x ഇൻറ്റു ലോഗ് 1 പ്ലസ് സൈൻ എക്സ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് എക്സിന് 0 കൊടുക്കാം അല്ലേ, ഇനി നമുക്ക് എക്സിന് 0 കൊടുക്കാം. അപ്പം എന്ത് വരും, ലോഗ് y ഈസ് ഈക്വൽ ടു ലോഗ് 1 പ്ലസ് സൈൻ 0 ഡിവൈഡഡ് ബൈ 0 ഇസ് ഈക്വൽ ടു ലോഗ് 1 പ്ലസ് സൈൻ 0യുടെ വാല്യൂ 0 ആണ്, ഡിവൈഡഡ് ബൈ 0 ഇസ് ഈക്വൽ ടു ലോഗ് 1 ഡിവൈഡഡ് ബൈ 0. ലോഗ് 1ൻ്റെ വാല്യൂ അഗൈൻ നമുക്കറിയാം 0 ആണ്, ലോഗ് 1 0 ആണ്, ഡിവൈഡ് ബൈ 0 കണ്ട 0/0 ഫോം വന്നു. അപ്പം എന്ത് ചെയ്യണം, എൽ ഹോസ്പിറ്റൽസ് റൂള് അപ്ലൈ ചെയ്യണം. അപ്പോൾ ലോഗ് y ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് 1 പ്ലസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പോൾ ലോഗ് 1 പ്ലസ് സൈൻ എക്സ് എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ബ്രാക്കറ്റിൽ 1ൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ 0 പ്ലസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് അല്ലെ, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്, ഓൾ ഡിവൈഡഡ് ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ ഇവിടെ എന്ത് വരും, ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് കോസ് എക്സ് തന്നെ ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എക്സ്. ഓക്കെ, ഓൾ ഡിവൈഡ് ബൈ 1 ആണ്, നമ്മൾ എഴുതേണ്ട കാര്യമൊന്നുമില്ല, മാറ്റമൊന്നുമില്ല. ഓക്കെ, അപ്പം ലോഗ് y ഈസ് ഈക്വൽ ടു, ഇനി നമുക്കിവിടെ എക്സിന് 0 കൊടുക്കാം. അപ്പോൾ എന്ത് വരും, കോസ് എക്സിന് അല്ലെ, കോസ് എക്സിന് നമ്മൾ എക്സിന് 0 കൊടുക്കുമ്പോൾ എന്ത് വരും, കോസ് 0 എന്ന് വരും, ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ 0. ഓക്കെ, ഈസ് ഈക്വൽ ടു കോസ് 0യുടെ വാല്യൂ 1 ആണ്, ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ 0യുടെ വാല്യൂ 0 ഈസ് ഈക്വൽ ടു 1/1 എന്ന് വരും, ഈക്വൽ ടു 1. ഓക്കെ, ലോഗ് വൈയുടെ വാല്യൂ കിട്ടി, ലോഗ് y ഈസ് ഈക്വൽ ടു 1. അപ്പോൾ വൈയുടെ വാല്യൂ എന്ത് വരും, y ഈസ് ഈക്വൽ ടു ഇ റൈസ്ഡ് ടു 1 അല്ലെ, ഇ റൈസ്ഡ് ടു 1 ഈസ് ഈക്വൽ ടു ഇ. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ ആണ്, വൈയുടെ വാല്യൂ എന്ത് കിട്ടി, ഇ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 പ്ലസ് സൈൻ എക്സ് ഓൾ റൈസ്ഡ് ടു 1/x എന്ന് പറയുന്നത് എത്രയാണ്, ഇ ആണ്. ഓക്കെ, ഇയുടെ വാല്യൂ നമുക്ക് അപ്രോക്സിമേറ്റ്ലി അറിയാം, എന്താണ് 2.718 ആണ്, 2.718 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ?